കല്യാണി പ്രിയദർശൻ നായികയായി ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക എന്ന് പറയുന്ന ചിത്രം ഇന്ന് 23-ാം ദിവസത്തിലൂടെ കടന്നു പോകുന്നു. ജിത്തു ജോസഫ് ആസിഫ് അലി ചിത്രമായ മിറാഷ് എന്ന് പറയുന്ന സിനിമ ഇന്ന് ആദ്യ ദിവസത്തിലൂടെയും കടന്നു പോകുന്നു. ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ പിന്നെ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 4:30 ആവുന്ന സമയത്ത് ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കുന്ന സമയത്ത് ഏകദേശം മണിക്കൂറിൽ 4000-ന്റെ അടുത്ത് ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നത്. എന്നാൽ ഇതേ സമയം ഇന്ന് തിയേറ്ററിൽ എത്തിയ മിറാഷ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടിക്കറ്റ്സുകൾ 2000-ന്റെ അടുത്ത ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നത്. വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കും മിറാഷ് എന്ന് പറയുന്ന ചിത്രം. ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷനിൽ കാര്യങ്ങളിലെല്ലാം വലിയ ഇടിവ് ഇന്ന് രേഖപ്പെടുത്തുമെന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ സാക്ഷാൽ ത്രില്ലർ സിനിമകളുടെ തലതൊട്ടപ്പനായ ജിത്തു ജോസഫിനും ലോക എന്ന് പറയുന്ന ചിത്രത്തെ മറിച്ചിടാൻ ബോക്സ് ഓഫീസിൽ ഇന്നും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ ചിത്രത്തിന്റെ ബുക്കിംഗിൽ നിന്നും വ്യക്തമാവുന്നത്. ഓണം ക്ലാസ് റിലീസായിട്ട് 23 ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററിലെത്തിയ ലോക എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് ഇപ്പോഴും കേരള തിയേറ്റർ ഭരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാവുന്നു. ഇന്നലെയും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1.5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. 22 ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ കേരള കളക്ഷൻ മാത്രം 96 കോടി 25 ലക്ഷത്തോളം രൂപയാണ്. ഇന്നും സിനിമയ്ക്ക് ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1.5 കോടിയോളം രൂപ കളക്ഷൻ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടോട്ടൽ 23 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 97 കോടി 75 ലക്ഷത്തിലേക്കും എത്തപ്പെടും. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായ മിറാഷ് എന്ന് പറയുന്ന ചിത്രം ഇന്ന് ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിന് തരക്കേടില്ലാത്ത റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിന് കൂടുതൽ നല്ല അഭിപ്രായമൊന്നും നേടിയെടുക്കാൻ പറ്റാതെ പോയത് സിനിമക്ക് അത് വിനയാവുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.